ബദർ യുദ്ധരംഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു നന്നായി ശോഭിച്ചു നിന്നു. 313 പേരുടെ സൈന്യം, പ്രതിയോഗികൾ 1000-ൽ പരം. ഹദിയ ഗോത്രക്കാർ യുദ്ധത്തിൽ എത്തിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭയന്നിട്ടാകാം. ചരിത്ര നിഗമനം അങ്ങനെയാണ്. തൻ്റെ ബന്ധുവായ ഹാഷിം ഇബ്നു മുഅയ്റ വന്നിട്ടുണ്ട്. അവർ നേർക്ക് നേർ യുദ്ധം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു. യുദ്ധം അവസാനിച്ചു. ബദർ യുദ്ധഭൂമിയിൽ മക്കയുടെ നേതാക്കന്മാർ ആണ് മരിച്ചു വീണത്. കാളാചന്തയിലെ പല കൂട്ടുകാരും വധിക്കപ്പെട്ടിരുന്നു. 70 പ്രമുഖരുടെ അന്ത്യം അള്ളാഹുവിൻ്റെ സഹായത്താൽ സാധ്യമായി. ബദറിൻ്റെ പ്രതികാരമായിരുന്നു ഉഹദ്. 3000 വരുന്ന ശത്രുക്കൾ മുസ്ലിമുകളെ തകർക്കാൻ അവിടെ എത്തി. ഒരു കൂട്ടം സഹോദരന്മാരെ റസൂലുള്ള മലമുകളിൽ നിർത്തിയിരുന്നു. തായ്വരയിലാണ് യുദ്ധം നടക്കുന്നത്. ശത്രുക്കൾ മല കയറി വരരുത്, കൽപ്പന കിട്ടും വരെ സ്ഥലം വിടരുത് എന്ന് കർശന നിർദ്ദേശം കൊടുത്തിരുന്നു. യുദ്ധം തുടങ്ങി. മുസ്ലിം സൈന്യം ആഞ്ഞു പൊരുതി ശത്രുക്കളെ തുരത്തിയോടിച്ചു. ശത്രുക്കൾ ഓടിയകന്നു. അവർ ഉപേക്ഷിച്ചു പോയ യുദ്ധമുതലുകൾ മുസ്ലിങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ഇതു കണ്ടപ്പോൾ മലമുകളിലെ ആളുകൾ സ്ഥലം വിട്ടു. അവരുടെ നേതാവ് തടഞ്ഞിട്ടും ആരും നിന്നില്ല. വളരെ കുറച്ചു പേർ ഒഴികെ എല്ലാവരും സ്ഥലം വിട്ടു.